ചെവിവേദന കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമ്മി MGO സംസാരിക്കുന്നു. ചെവിവേദന അല്ലെങ്കിൽ ഒട്ടാൾജിയ സാധാരണയായി കാണപ്പെടുന്ന ഒരു അസുഖമാണ്. പ്രായഭേദമന്യേ കുട്ടികളിലും മുതിർന്നവരിലും ഒരിക്കലെങ്കിലും ഇത് വരാറുണ്ട്. പലപ്പോഴും ലഘുവായ അസ്വസ്ഥതകൾ മുതൽ ശക്തമായ വേദന വരെ ഇതിൽ ഉൾപ്പെടാറുണ്ട്. ചെവിവേദനയ്ക്ക് കാരണം ചെവിയുടെ രോഗാവസ്ഥകളാകാം, അല്ലെങ്കിൽ ചെവിയുടെ സമീപത്തുള്ള മറ്റ് അവയവങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാകാം. അതിനാൽ തന്നെ ചെവിവേദനയെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്ന്, പ്രൈമറി ഒട്ടാൾജിയ അഥവാ കാതിന്റെ അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന വേദന. രണ്ട്, സെക്കൻഡറി അഥവാ റെഫേർഡ് ഓട്ടാൾജിയ അല്ലെങ്കിൽ ചെവിക്ക് സമീപമുള്ള മറ്റ് അവയവങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ മൂലം നാഡികൾ വഴി കാതിലേക്ക് വേദന അനുഭവപ്പെടുന്ന അവസ്ഥ. ആദ്യമായി പ്രൈമറി ഒട്ടാൾജിയ അഥവാ കാതിന്റെ അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന വേദനകൾ എങ്ങനെയൊക്കെ വരുന്നു എന്ന് നോക്കാം. ചെവിയെ പ്രധാനമായും 3 ഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, എക്സ്റ്റേണൽ ഇയർ അഥവാ ബാഹ്യകർണം. 2, മിഡിൽ ഇയർ അഥവാ മധ്യകർണം. 3, ഇന്റേണൽ ഇയർ അഥവാ ആന്തരിക കർണം. ചെവിവേദനയ്ക്ക് കാരണമാകുന്ന ബാഹ്യകർണ രോഗങ്ങൾ ഒട്ടൈറ്റിസ് എക്സ്റ്റേണ, ഇമ്പാക്റ്റഡ് വാക്സ്, ഫോറിൻ ബോഡി ഇമ്പാക്ഷൻ, ഫറങ്കുലോസിസ് മുതലായവയാണ്. ഒട്ടൈറ്റിസ് എക്സ്റ്റേണ എന്നാൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൽ ബാധ മൂലം ചെവിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, വേദന, വീക്കം, സ്രാവം എന്നിവയാണ്. ഇമ്പാക്റ്റഡ് വാക്സ് എന്നാൽ കർണമല മടിഞ്ഞുകൂടുകയും തൽഫലമായി ചെവിക്കുള്ളിലുണ്ടാകുന്ന സമ്മർദ്ദം മൂലം ചെവിയിൽ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഫോറിൻ ബോഡി ഇമ്പാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്യവസ്തുക്കൾ ചെവിയിൽ പെടുകയും തന്മൂലമുണ്ടാകുന്ന വേദനയുമാണ്. കുട്ടികളിലാണ് പ്രധാനമായും ഇത് കാണപ്പെടുന്നത്. ഫറങ്കുലോസിസ് എന്നാൽ രോമകൂപങ്ങളിലെ അണുബാധയും തന്മൂലമുണ്ടാകുന്ന വേദനയുമാണ്. അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ, ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ, യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ, ബാരോട്രോമ മുതലായവയാണ് മധ്യകർണത്തിൽ നിന്നുള്ള വേദനയ്ക്ക് പ്രധാന കാരണങ്ങൾ. ചെവിയും വായും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാളിയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. മധ്യകർണത്തിലെ മർദ്ദം ശരിയായി നിലനിർത്തുന്നത് ഈ നാളിയുടെ സഹായത്താലാണ്. കഫം കൊണ്ട് ഈ നാളി അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ മർദ്ദവ്യതിയാനം സംഭവിക്കുകയും ചെവിയിൽ വേദന അനുഭവപ്പെടുകയും ചെയ്യും. അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ കൂടുതലായും കുട്ടികളിൽ കണ്ടുവരുന്നു. പനി, ഊർധ്വശ്വസന നാളിയിലെ അണുബാധ എന്നിവ വിട്ടുമാറാതെ നിൽക്കുന്നവരിൽ ഇത് കണ്ടുവരുന്നു. ചെവിവേദന ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാത്തവരിൽ രോഗം ദീർഘകാലം നിലനിൽക്കുകയും ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ ആയി മാറുകയും ചെയ്യുന്നു. ഇതിൽ ചെവിവേദന ഇടയ്ക്കിടെ അനുഭവപ്പെടുന്നു. പെട്ടെന്നുണ്ടാകുന്ന മർദ്ദവ്യതിയാനങ്ങൾ മൂലം ചെവിക്കുണ്ടാകുന്ന വേദനയാണ് ബാരോട്രോമയുടെ ലക്ഷണം. ആഴക്കടലിൽ കൂപ്പുകുത്തുന്നവർ, വിമാനയാത്ര ചെയ്യുന്നവർ എന്നിങ്ങനെ പെട്ടെന്നുള്ള മർദ്ദവ്യതിയാനത്തിന് വിധേയരാകുന്നവരിൽ ഇത് കാണപ്പെടുന്നു. അടുത്തതായി ഇന്നർ ഇയർ അഥവാ ആന്തരിക കർണം. ആന്തരിക കർണത്തിൽ നിന്ന് നേരിട്ട് വേദന വരുന്നത് പൊതുവെ കുറവാണ്. എന്നാൽ ലാബിറിന്തൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ വേദനയ്ക്കൊപ്പം തലചുറ്റലും അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. അടുത്തതായി റെഫേർഡ് ഓർ സെക്കൻഡറി ഓട്ടാൾജിയ എന്താണെന്ന് നോക്കാം. ട്രൈജെമിനൽ നാഡി, ഫേഷ്യൽ നാഡി, ഗ്ലോസോഫാരിഞ്ചൽ നാഡി, വാഗസ് നാഡി, സെർവൈക്കൽ നാഡികൾ എന്നിവയ്ക്ക് ചെവിയിലേക്കും നാഡീബന്ധങ്ങൾ ഉള്ളതിനാൽ ഇവയ്ക്ക് നാഡീബന്ധങ്ങളുള്ള അവയവങ്ങളിലെ അസ്വസ്ഥതകളും ചെവിവേദനയ്ക്ക് കാരണമായി കാണാറുണ്ട്. ഉദാഹരണമായി പല്ലിനുണ്ടാകുന്ന പഴുപ്പ്, അണപ്പല്ല് പുറത്തു വരാതെ നീരും വീക്കവും ഉണ്ടാകുന്ന അവസ്ഥ എന്നിവയിൽ ചെവിവേദനയും അനുഭവപ്പെടാറുണ്ട്. തൊണ്ടഭാഗത്തുണ്ടാകുന്ന അണുബാധയും അതേ തുടർന്നുണ്ടാകുന്ന നീരും വേദന, മൂക്ക്, സൈനസുകൾ മുതലായവയിൽ ഉണ്ടാകുന്ന നീർവീഴ്ചകളും ചെവിവേദനയ്ക്കുള്ള കാരണങ്ങളാണ്. സ്വരയന്ത്രം, കണ്ടനാളം മുതലായ ഭാഗങ്ങളിലെ അസ്വസ്ഥതകളിലും ചെവിവേദന ഒരു ലക്ഷണമായി കാണപ്പെടുന്നു. സെർവൈക്കൽ സ്പൈൻ അഥവാ കഴുത്തിലെ കശേരുകൾക്കുണ്ടാകുന്ന തേയ്മാനങ്ങളിലും ആ ഭാഗത്തുണ്ടാകുന്ന ഞരമ്പമർച്ചകളിലും താടിയെല്ലിന്റെ സന്ധിയിലെ തേയ്മാനത്തിലും ചെവിവേദന ഒരു ലക്ഷണമായി കാണപ്പെടുന്നു. ഇതിലെല്ലാം ഉപരിയായി ചെവിയിലോ അതിനു ചുറ്റുമുള്ള ഭാഗങ്ങളിലോ ഉണ്ടാകുന്ന പരുക്കുകളിലും വളരെ അപൂർവമായി പ്രമേഹം, ചെവിയുടെ സമീപ അവയവങ്ങളിലെ മാരകമായ ക്യാൻസർ എന്നിവയിലും ചെവിവേദന ലക്ഷണമായി കാണപ്പെടുന്നു.
ചെവിവേദനയുമായി ഒരു രോഗി എത്തുമ്പോൾ ആ രോഗിയുടെ പ്രായം, വേദനയുടെ ദൈർഘ്യം, തീവ്രത എന്നിവയും അതോടൊപ്പമുള്ള മറ്റു ലക്ഷണങ്ങൾ, അതായത് പനി, ചെവിയിൽ നിന്നുള്ള സ്രാവം, കേൾവിക്കുറവ്, തലചുറ്റൽ, തൊണ്ടവേദന, പല്ലുവേദന എന്നിവയും വിലയിരുത്തേണ്ടതാണ്. ചുരുക്കത്തിൽ ചെവിക്കായം, ചെവിയിലെ ചെറിയ അണുബാധകൾ എന്നിവ കൊണ്ടും ചെവിവേദന വരാം. കണ്ടനാടിയിലെ ക്യാൻസർ, സ്വരേന്ദ്രത്തിലെ ക്യാൻസർ മുതലായ ഗുരുതര രോഗങ്ങളുടെ ഒരു മുന്നറിയിപ്പായും ചെവിവേദന വരാം. അതുകൊണ്ട് തന്നെ യഥാസമയത്തുള്ള വിലയിരുത്തലും സമയബന്ധിതമായ ചികിത്സയും വളരെ പ്രധാനമാണ്. കർണശൂലം എന്നാണ് ആയുർവേദത്തിൽ ചെവിവേദനയെ നാമകരണം ചെയ്തിരിക്കുന്നത്. വേദനയുടെ പ്രധാന കാരണമായി പറയുന്നത് വാതദോഷത്തിനുണ്ടാകുന്ന വികാരമാണ്. ചിലപ്പോൾ കഫം, പിത്തം എന്നീ ദോഷങ്ങളും അനുബന്ധമായി കാണപ്പെടാറുണ്ട്. ആയുർവേദ ചികിത്സയിൽ വേദനയെ കുറയ്ക്കുന്നതിനൊപ്പം കർണത്തെ ശക്തിപ്പെടുത്താനും രോഗത്തിന്റെ ആവർത്തനം തടയാനും ശ്രദ്ധിക്കുന്നു. ശ്വാസനാളിയിൽ തുടർച്ചയായ അണുബാധ മൂലമുണ്ടാകുന്ന ചെവിവേദനയിൽ ആയുർവേദ ചികിത്സ വളരെ ഫലപ്രദമാണ്. തുമ്മൽ, മൂക്കൊലിപ്പ്, ചുമ എന്നിവയ്ക്കൊപ്പം തന്നെ ചെവിവേദനയും കേൾവിക്കുറവും പൂർണ്ണമായും മാറുന്നതാണ്. ചെവിയിൽ പഴുപ്പ് വരികയും അതേ തുടർന്ന് കർണപടത്തിന് ദ്വാരമുണ്ടാവുകയും ചെവിയിൽ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസരത്തിൽ കൃത്യമായ പഥ്യം പാലിച്ചുകൊണ്ട് ചികിത്സിച്ചാൽ ആയുർവേദ മരുന്നുകൾ കൊണ്ട് പരിഹരിക്കാവുന്നതാണ്. ചെവിയിൽ കർണമലം ഒട്ടിപ്പിടിച്ചുണ്ടാകുന്ന ചെവിവേദനയിൽ അഴുക്കിനെ അലിയിച്ചു പുറന്തള്ളാൻ കഴിവുള്ള മരുന്നുകൾ ചേർത്ത ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. അണുബാധ മൂലമുണ്ടാകുന്ന ചെവിവേദനയ്ക്ക് പുറമേയുള്ള പ്രയോഗങ്ങളും ഉള്ളിലേക്കുള്ള ഔഷധങ്ങളും ലഭ്യമാണ്. നാഡികൾ വഴി ചെവിയിലേക്കെത്തുന്ന വേദനകൾക്ക് വാതരോഗത്തിന്റെ സാമാന്യ ചികിത്സകൾ ഫലപ്രദമാണ്. താടിയെല്ലിന്റെ സന്ധിവാതം മൂലമുണ്ടാകുന്ന ചെവിവേദനയ്ക്കും കഴുത്തിലെ കശേരുക്കൾക്കുണ്ടാകുന്ന തേയ്മാനം, ഞരമ്പമർച്ച മൂലമുള്ള ചെവിവേദന എന്നിവയ്ക്കും മൂലകാരണങ്ങൾക്ക് ഉത്തമമായ ചികിത്സകൾ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കർണരോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നും അതിൽ എടുത്തു പറയുന്നുണ്ട്. മഞ്ഞുകൊള്ളുന്നത് ഒഴിവാക്കുക, തണുപ്പടിക്കുന്ന സാഹചര്യങ്ങൾ, യാത്രകൾ എന്നിവ കഴിവതും ഒഴിവാക്കുക, ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കുക, തലയും ചെവിയും മൂടുന്ന വസ്ത്രങ്ങൾ, കമ്പിളി പുതപ്പുകൾ എന്നിവ ശീലമാക്കുക, രാത്രി ഉറങ്ങുമ്പോൾ തലയിലും ചെവിയിലും നേരിട്ട് കാറ്റേൽക്കുന്നത് ഒഴിവാക്കണം, തണുപ്പ് മാറ്റിയ വെള്ളം ഉപയോഗിച്ച് തല കഴുകാൻ ശ്രദ്ധിക്കണം, ഏറെ ചൂടുള്ള വെള്ളം തലയിൽ ഒഴിക്കാനും പാടില്ല, തലയിൽ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക, രാത്രി വൈകിയും തല വിയർത്ത ഉടനെയും തല കുളിക്കാതിരിക്കുക. മുടിക്ക് നല്ലതെന്ന് കരുതി ഉപയോഗിക്കുന്ന പല എണ്ണകളും തണുപ്പ് വീര്യം ഉള്ളവ ആയതിനാൽ കർണരോഗങ്ങൾക്ക് കാരണമാകാം. ചെറു ചൂടുവെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക. തണുത്തതും തണുത്ത ശേഷം വീണ്ടും ചൂടാക്കിയതുമായ ആഹാരം ഒഴിവാക്കണം. അധികമായി എരിവും പുളിയും ഉള്ളതും വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ കുറയ്ക്കുക. പുളിപ്പിച്ച ആഹാരങ്ങൾ, അച്ചാറുകൾ, മദ്യം എന്നിവ ഒഴിവാക്കുകയോ മിതപ്പെടുത്തുകയോ വേണം. അത്താഴം ലഘുവായി കഴിയുന്നത്ര നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ പാകം ചെയ്ത ആഹാരം വൈകിട്ട് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കേണ്ടതില്ല. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇത്തരം ശീലങ്ങളിലൂടെ കർണരോഗങ്ങളെയും തൽഫലമായി ഉണ്ടാകുന്ന ചെവിവേദനയും അകറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. ചെവിക്കുണ്ടാകുന്ന വേദനകളെ നിസ്സാരമായി കാണാതെ യഥാസമയത്ത് തന്നെ ഡോക്ടറെ കണ്ട് രോഗം നിർണയിക്കാനും ആഹാരവിഹാരങ്ങളിലെ പഥ്യക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഔഷധങ്ങൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ചെവിവേദന കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമ്മി MGO സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shadha